നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു എഗ് ദോശയാണ് ഉണ്ടാക്കിയത്. ഇതിലിപ്പോൾ ഉപ്പും കുരുമുളകും തൂവിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ മുട്ട ദോശ എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. നേരെ ഫ്രൈങ് പാനിൽ ദോശ ഒഴിച്ചു, മുട്ട അതിന് മുകളിലോട്ട് പൊട്ടിച്ചയച്ചു. എപ്പോഴും നമുക്കൊരു ബോയിൽഡ് എഗ്ഗ് ഡെയിലി കഴിക്കുമ്പം ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മുട്ടയുടെ വെള്ള മാത്രം മതിയെങ്കിൽ അത് മാത്രം ഒഴിച്ച് ഇത് ചെയ്യാം. അല്ലാതെ തക്കാളിക്ക, ഉള്ളി ഇതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മഷ്റൂം ആദ്യമേ വേവിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ദോശൻ്റെ മുകളിൽ കൂടെ വിതറാവുന്നതാണ്. അപ്പോൾ ഡെയിലി ഒരു ദോശ ഇങ്ങനെ കഴിക്കാം വിത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തുകൊണ്ടും സാലഡിനെക്കാട്ടിലും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാറാണ്. ഈ മുട്ട ദോശ മോനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അവന് ഒരു മുട്ട ദോശ ഒരു ഗീ റോസ്റ്റ് കൂടെ ഉണ്ടാക്കി കൊടുത്തേ. 14 years അല്ലേ, അപ്പം നന്നായിട്ട് കഴിക്കട്ടെ. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് മിൽക്കും കൊടുത്തായിരുന്നു. ഈ അടുപ്പിലിരിക്കുന്ന ഇഡ്ഡലി അതെനിക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ 2 എനിക്ക് കഴിക്കാനും 2 അവന് സ്കൂളിൽ കൊണ്ടുപോകാനായിരുന്നു. ഇത് സാമ്പാർ. ഞാൻ സാമ്പാറിൽ അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസ് ഇടാറില്ല, കാരണം സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇടുന്നത് മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക ഇതൊക്കെയാണ്. അപ്പോൾ ഇത് മോൻ്റെ ടിഫിനിൽ സാമ്പാറും ഇഡ്ഡലിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മോൻ്റെ മിൽക്കാണ്. ഇത് എൻ്റെ ഇഡ്ഡലി 2 അതിൻ്റെ മേളിൽ സാമ്പാർ. അപ്പോൾ സാമ്പാറിൽ ഞാൻ ഓയിൽ യൂസ് ചെയ്യാറില്ല. ഞാൻ കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ട് കടുക് വറുക്കാം. ഇത് ലഞ്ചിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ബട്ടർ സീഡ്, ഫ്രൈഡ് റൈസ്, വീറ്റ് നൂഡിൽസ്. ഇത് സ്നാക്സ്, ഈവനിങ് സ്നാക്സ് ഒരു മാംഗോ ചിയ പുഡിങ് എടുത്തിരിക്കുന്നത്. നൈറ്റ് ഡിന്നറിന് ഞാൻ ഗ്രിൽഡ് ബ്രെസ്റ്റാണ്.